അപ്പൊ ആ എടുക്കുകയാണെന്ന് പറഞ്ഞ ആളുടെ അടുത്തുകൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ബിജെപിയുടെ ആൾക്കാർ നടത്തുന്ന അഴിമതിയും ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമാക്കി. ഇപ്പൊ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ഗോശാല സ്റ്റാർട്ട് ചെയ്തു. 3.25 കോടി രൂപയാണ് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആ 3.25 കോടി രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് അത് പല സിനിമാക്കാരുടെയും എല്ലാവരുടെയും ഒക്കെയാണ് ആ പൈസ എടുത്തത്. അതിന്റെ വിവരം അതിന്റെ ഫയലെല്ലാം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നിട്ട് ബബ്ലു ശങ്കർ എന്ന് പറയുന്ന ആളെടുത്തു, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റിന് ഇപ്പൊ അത് കിട്ടും. അത് നമ്മളിങ്ങനെ എല്ലാം ചില മണ്ഡലങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു BJP നേതാവുണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ആ സാധനം, ആ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ച് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭക്തർക്ക് തിരിച്ചു കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ച പൈസയുടെയും ഇവർ നടത്തിയ എല്ലാ അഴിമതികളും സമൂഹം അറിയും. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം, സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള അതീവ സുരക്ഷയുള്ള സർക്കാരിന്റെ ഒക്കെ മേൽനോട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ അടിച്ചുകൊണ്ട് പോകാൻ കഴിയും? ട്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ വെച്ച് പിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം ട്രസ്റ്റിൽ എങ്ങനെയാണ് പൈസ വരുന്നത്. അവിടെ പശുവിനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പൈസ മേടിച്ച ആ പശുവിനെ ഏതെങ്കിലും നോക്കി, പശുക്കളൊക്കെ ചത്തുപോയി. പശുവിന് ഭക്ഷണം കൊടുക്കണം. പശുവിന് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. വാഗ്ദാനം കൊടുത്ത പശുവിന്റെ വയറ് നിറയത്തില്ല. പശുവിന് പരുത്തിപ്പിണ്ണാക്കും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കണം, വേണ്ടേ? അല്ലാതെ ഇങ്ങനെ ഞാൻ ഇതെടുക്കുക എന്നൊന്നും പറഞ്ഞ് നടക്കില്ല. അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പ്രോപ്പർ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ അങ്ങനെ ഒരു ട്രസ്റ്റ് നടത്താനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. പക്ഷെ ഒരു ട്രസ്റ്റിന്റെ ആ പേര് പറഞ്ഞ് തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മേടിച്ച പൈസ എവിടെയാണ്? 3.25 കോടിക്ക് മുകളിലാണ് അവിടുന്ന് പോയിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ വിവരം.